മലപ്പുറം കാക്കഞ്ചേരിക്കടുത്ത് ചെട്ടിയാർമാടിൽ ലോറികൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, ഈ അപകടമുണ്ടായത് എങ്ങനെയെന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വാഹനാപകടം സംഭവിക്കുന്നത്. ദേശീയപാത 66 ആറുവരി പാതയിൽ കാക്കഞ്ചേരിക്കടുത്ത് ചെട്ടിയാർമാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ കല്ലുമായി വരികയായിരുന്ന ലോറി സൈഡാക്കിയ നിലയിലായിരുന്നു. അതിന് തൊട്ടു പിന്നിലാണ് മറ്റൊരു കല്ലുമായി എത്തിയ ലോറി ഇടിച്ച് അപകടം സംഭവിച്ചിരിക്കുന്നത്. ലോറിയുണ്ടായിരുന്ന ഡ്രൈവർ മരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ സഹായിക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും ഇവരെല്ലാവരെയും ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് അപകടം സംഭവിച്ചത്. അപകടം സംഭവിച്ച ഉടനെ തന്നെ ലോറിന്റെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ്. ലോറി ഡ്രൈവർ അടക്കമുള്ളവർ ലോറിക്കകത്ത് ഏറെ നേരം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി ലോറി വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ ലോറിയിലുണ്ടായിരുന്ന കല്ലുകളൊക്കെ തന്നെ ദേശീയപാതയിൽ ചിന്നി ചിതറിയ നിലയിലാണ്. ഏതായാലും ഈ ലോറി നിർത്തിയിടേണ്ട സ്ഥലത്തല്ല നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്നും ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ദേശീയപാതയിലുടനീളം രാത്രി കാലങ്ങളിൽ ഈ വലിയ വാഹനങ്ങളും ലോറികളും ഒക്കെ തന്നെ ഈ നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിടുന്നത് വലിയ അപകടത്തിലേക്ക് കാരണമാകുന്നുണ്ട്. നേരത്തെ 24 ഇത്തരം ഒരു വാർത്ത നൽകുകയും ചെയ്തതാണ്. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ സൈഡാക്കിയിട്ട് ലോറികൾ കാണുമ്പോൾ ഈ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് വെട്ടിച്ച് തിരിയാൻ ശ്രമിക്കുന്നതാണ് ഇത്തരം അപകടത്തിലേക്ക് നയിക്കുന്നത് എന്നും ഈ പല ഡ്രൈവർമാരും നാട്ടുകാരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.